കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബബ്ബുവിന് ചെറുതായിട്ട് പനിയും ജലദോഷമൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ആളുടെ പനി ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ജലദോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ലാലുവിനും അതിൻ്റെ കൂടെ തന്നെ ജലദോഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയത്. അങ്ങനെ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മെഡിസിനൊക്കെ മേടിച്ചിട്ട് ഇവിടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയ മാളുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ കുറച്ച് ഫുഡ് ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ലഞ്ച് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാര്യം ഉണ്ടാക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബബ്ബു നല്ല കുർത്തക്കേട് നിർബന്ധത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഫുഡിന് ഓർഡർ കൊടുത്തപ്പോൾ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കുക ഞാൻ എങ്ങനെ 15 മിനിറ്റ് ഇവനെ ഹോൾഡ് ചെയ്ത് വെക്കുമെന്നേ. ഇവന് കൈ വിട്ട് കഴിഞ്ഞാൽ ഇറങ്ങി ഓടിക്കളയും, നമ്മൾ പിടിച്ചാലും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കുറേ നേരം പറഞ്ഞു നല്ല മോനായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കയ്യിൽ തന്നെ ഇരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് പിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ആളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ വായു എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അപ്പോഴേ ഓക്കെ പറഞ്ഞു. കാര്യം ബബ്ബുവിനെയും കൊണ്ട് വീട്ടിലിരിക്കുന്നതിനെക്കാട്ടി നല്ലത് കാറിനകത്ത് ഇരിക്കുന്നത്. കാറിലിരിക്കുമ്പോൾ ഇക്ക ഉള്ളത് കൊണ്ട് ഇവൻ നല്ല കുട്ടിയായിട്ട് മിണ്ടാണ്ട് ഇരിക്കുകയും ചെയ്യും. വീട്ടിലാണെങ്കിൽ ഇവൻ ഇതേ സമയം നല്ല ചാട്ടവും ഓട്ടവും ബോഡി ഇങ്ങനെ വെറുതെ അനക്കും. ഒന്നാമത് വയ്യാതിരിക്കുമ്പോൾ റെസ്റ്റ് എടുക്കണമല്ലോ. ഇവനറിയാത്തത് കൊണ്ട് ഇവൻ റെസ്റ്റ് എടുക്കുകയൊന്നുമില്ല. പോകുന്ന വഴിക്ക് അത്യാവശ്യം ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇക്കയുടെ ആവശ്യത്തിന് പോയപ്പോൾ ഞാൻ കുറേ നേരം ബബ്ബുവിനെ എടുത്ത് വെളിയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ മുട്ടായൊക്കെ മേടിച്ച് കൊടുത്ത് ഹാപ്പിയാക്കി. പൊതുവേ ഞാനങ്ങനെ മേടിച്ച് കൊടുക്കുന്നതല്ല, ഇവൻ ഇന്നൊന്ന് സൈലൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. തിരിച്ചെത്തിയപ്പോൾ ആൾ ഉറങ്ങുകയും ചെയ്തു.